എടാ നമ്മളെ കമ്മ്യൂണിറ്റി കുറേ പേർക്ക് എങ്ങനെ യൂസ് ചെയ്യാന്ന് ഡൗട്ട് ഉണ്ട്. കുറേ പേർക്ക് അറിയില്ല എന്താണ് കമ്മ്യൂണിറ്റി ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ബേസിക്കലി നമ്മളെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നിങ്ങളെ ഒരു അത്യാവശ്യം നല്ലൊരു സ്പീക്കറാക്കി മാറ്റാനാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ബേസിക്കലി നിങ്ങളെ കമ്മ്യൂണിറ്റിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് സ്റ്റഡി സർക്കിൾ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് 5 ഗ്രൂപ്പ് കാണാൻ പറ്റും മൊത്തത്തിൽ. ഇതിൽ 5 ഗ്രൂപ്പിൽ എല്ലാ അനൗൺസ്മെൻറ്റും ഞാൻ ഇടുന്നത് ഇവിടെ ഇരിക്കും. നമ്മളെ പുതിയ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ വേറെ ചാലഞ്ചസോ അങ്ങനെ എന്തെങ്കിലും സെഷൻസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം അനൗൺസ്മെൻറ്റിൽ, ഈ ഫസ്റ്റത്തെ ഇതിലിട്ടാ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബിഗിനേഴ്സ് ടോക്കാണ്. ബിഗിനേഴ്സ് ടോക്ക് ആൻഡ് നമ്മളെ വെൽക്കമിങ്ങില്ലേ, ഓൺ ബോർഡ് ഇല്ലേ. അപ്പോൾ ആരെങ്കിലും ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിഗിനേഴ്സ് ടോക്കിൽ വരാം, ഹായും കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങൾ ആരാന്നൊക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് സീരിയസ്ലി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും. ഇവിടെ ഹായ് അടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ജോയിൻ ചെയ്തോളും. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ടോക്ക് ചെയ്യാം, എന്താണ് കമ്മ്യൂണിറ്റി, എങ്ങനെയുണ്ട് അവരുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഈ ബിഗിനേഴ്സ് ടോക്കിൽ നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സംസാരിക്കുക. കാരണം ബിഗിനേഴ്സിനെ ഒന്ന് പുഷ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഇത്. ഓക്കെ, ആരോ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ ആം സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ അതാണ് ബിഗിനേഴ്സ് ടോക്ക്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ കണ്ട ജോയിൻ ആക്കി സംസാരിക്കുന്നുണ്ട്. ജസ്നുണ്ട്, സബീലുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അതാണ് ബിഗിനേഴ്സ് ടോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ബിഗിനേഴ്സ് ടോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബഡി ടോക്കാണ്. ബഡി ടോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ സെയിം പരിപാടി തന്നെ ഇവിടെ ചെയ്യാം. ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാർ, അത്യാവശ്യം ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് നിങ്ങളായിട്ട് സംസാരിക്കും. അതാണ് ബഡി ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബഡി ടോക്കിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് ഇടാം, ഞാൻ ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, പിന്നെ നിങ്ങളുടെ നിങ്ങളെ വല്ല പ്രയോറിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗേൾ ടു ഗേൾ തന്നെ ടോക്ക് ചെയ്യണം എന്നൊക്കെ പ്രയോറിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വന്ന് കണക്ട് ചെയ്യും. അവരായിട്ട് നിങ്ങൾക്ക് 1-to-1 ചാറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ബഡി ടോക്ക്. പ്രാക്ടീസ് സോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ടങ് ട്വിസ്റ്റേഴ്സോ അല്ലെങ്കിൽ വേറെ ജാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു കാര്യത്തിനെ കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കുക എന്നുള്ള ഒരു സംഭവം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഇടും. അതൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് പ്രാക്ടീസ് സോൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മളുടെ ബിഗിനേഴ്സ് ചാലഞ്ച്. ബിഗിനേഴ്സ് ചാലഞ്ച് നമ്മൾ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ അത് ലോഞ്ച് ചെയ്യും. അപ്പോൾ ഒട്ടും സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ഫൗണ്ടേഷൻസ് കവർ ചെയ്തിട്ട് നമ്മൾ ഒരു ചാലഞ്ച് ട്യൂട്ടോറിയൽസും കംപ്ലീറ്റ് ഒരു റൂട്ട് മാപ്പ് തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു സാധനം ഇറക്കുന്നുണ്ട്. അതാണ് ബിഗിനേഴ്സ് ചാലഞ്ചിൽ വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഒരു 10 to 15 ഡേയ്സിനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും സെഷൻസ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, ടോക്കിങ്ങും അതിൻ്റെ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അത് ബിഗിനേഴ്സിൽ ലോഞ്ച് ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ യാതൊരു എവിടെയും പോയിട്ടൊരു സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ അതിൻ്റെ ഡൗട്ട് ആൻഡ് ഡിസ്കഷൻസ് വരുന്നതാണ് ഡൗട്ട് ആൻഡ് ഡിസ്കഷൻസിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു DM അയച്ചാൽ മതി.